ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്കയുള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്. നമ്മുടെ പ്രോബിലിറ്റി ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഫസ്റ്റ് MCQ ഡിസ്കഷൻ ക്ലാസ് ആണ് ഇന്ന് വരുന്നത്. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ടോപ്പിക്സ് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷൻ നോക്കുന്നുണ്ട്, ദെൻ കോറിലേഷൻ, റിഗ്രഷൻ ആൻഡ് ജനറൽ പ്രോബിലിറ്റി. പിന്നെ ഇത് പോയിട്ട് നമ്മുടെ കണ്ടീഷണൽ പ്രോബിലിറ്റി ഉണ്ടല്ലോ, അതും കുറച്ച് കാര്യങ്ങൾ നോക്കുന്നുണ്ട്. ലൈക്ക് 1-2 പ്രോബ്ലംസ് അതിനെ ബേസ് ചെയ്തിട്ടുണ്ട്. സോ അത് നോക്കാം. ബാക്കി കണ്ടീഷണൽ പ്രോബിലിറ്റി ബേസ് ചെയ്ത് അതിന്റെ കുറച്ച് കൂടുതൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ചെയ്യാൻ പറ്റും. അപ്പൊ ഇവിടെ മെയിൻ ആയിട്ട് നമ്മൾ പ്രോബിലിറ്റിയുടെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. ADക്ക് നമുക്ക് ഈ ഒരു പ്രോബിലിറ്റി സെക്ഷനിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഞാൻ എടുത്തില്ല. അത് നാളെ ഞാൻ എടുത്ത് നമുക്ക് ആ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. വെരി ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ നമുക്ക് ക്വസ്റ്റ്യൻസ് ഓരോന്നായിട്ട് പ്രാക്ടീസ് ചെയ്യാം. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇറ്റ്സ് അബൌട്ട് ദി ഡിസ്ട്രിബ്യൂഷൻ. ഒരു പ്രോബിലിറ്റി ഡിസ്ട്രിബ്യൂഷൻ ചോദിച്ചിട്ടാണ്. അറിയാവുന്നവർക്ക് പറയാം കേട്ടോ. ആരെങ്കിലും ഹാൻഡ് റേസ് ചെയ്തായിരുന്നോ? ഓക്കെ, ഈ ക്വസ്റ്റ്യൻ ആൻസർ ആർക്കെങ്കിലും അറിയോ? ഫോർ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വാട്ട് ഇസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മീൻ, മീഡിയൻ ആൻഡ് മോഡ്? ഓപ്ഷൻ സി അല്ലേ? അതെ, റൈറ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി. മീൻ ഈക്വൽ ടു മീഡിയൻ ഈക്വൽ ടു മോഡ്. അപ്പോൾ ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഒരു സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസാണ്. അപ്പൊ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഡേറ്റ പോയിന്റ്സ് പ്ലോട്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എങ്ങനത്തെ ഒരു സിമെട്രിക്കൽ ആയിട്ടുള്ള ബെൽ ഷേപ്ഡ് കർവ് കിട്ടും. അപ്പൊ ഞാൻ വരയ്ക്കുന്നത് എക്സാക്ട്ലി സിമെട്രിക്കൽ അല്ല, ബട്ട് യെസ്, അത് ജസ്റ്റ് ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ 2 ഹാഫും ഈക്വൽ ആയിരിക്കും. ഇതിന്റെ ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ആൻഡ് നമ്മൾ ഈ ഒരു കാണുന്ന ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് മീൻ ആണ്, വിച്ച് ഈസ് ഓൾസോ ഈക്വൽ ടു മീഡിയൻ, ഓൾസോ ഈക്വൽ ടു മോഡ് എന്ന് പറയും. അപ്പൊ സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഈ വരുന്ന പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? മീനും മീഡിയനും മോഡും ലൈ ചെയ്യുന്നത് ഈ ഒരു മിഡ് പോയിന്റിലാണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ. പക്ഷെ നിങ്ങൾ ജനറലി പഠിച്ചിട്ടുള്ളത് ഒരു അസിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ കേസ് ആയിരിക്കും പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്. ദ ഫോർമുല ഫോർ മോഡ് ഓഫ് എ മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന്റെ മോഡിന്റെ ഇക്വേഷൻ ഏതാണ് ഇതില്? യെസ്, ഓപ്ഷൻ ബി. മോഡ് ഈക്വൽ ടു 3 into മീഡിയൻ മൈനസ് 2 into മീൻ അല്ലെ? അപ്പൊ ഈ കാര്യങ്ങൾ നിങ്ങൾ ഓർത്ത് വെച്ചേക്കേണ്ടതാണ്, ഒരു ഫാക്ട് പോലെ ഓർത്ത് വെച്ചേക്കേണ്ടതാണ്. കാരണം ഇത് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ചോദിച്ചു എന്ന് വരാം. ജസ്റ്റ് ഒരു സെക്കൻഡ് ആയിട്ട് 1 minute ഐ വിൽ കണ്ടിന്യൂ. If each item in a data set is increased by a constant value, how does the standard deviation change? ഈ ക്വസ്റ്റ്യൻ ആൻസർ ആർക്കെങ്കിലും അറിയോ? If each item in a data set is increased by a constant value, how does the standard deviation change? Option it remains unchanged. C. Okay, correct ആണ്. It remains unchanged ആണ്. അപ്പോൾ ഇത് നിങ്ങൾ ആ റെക്കോർഡഡ് ക്ലാസ്സസ് കണ്ടിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറഞ്ഞിട്ട്. ജസ്റ്റ് നിങ്ങൾക്ക് അത് ബ്രീഫ് ചെയ്ത് തരാം. ലൈക്ക് നേരത്തെ പഠിച്ചിട്ടുള്ളവർക്ക് ഈസി ആയിരിക്കും, ബട്ട് ജസ്റ്റ് ഐ വിൽ ടെൽ ദ ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ഫ്രം ദാറ്റ്. ഓക്കെ,
നമ്മൾ ഈ ഒരു ഡേറ്റ സെറ്റ് എടുക്കുവാണ്. ഇപ്പൊ ഞാനിപ്പോ 2, 3, 4, 5, 6 ഇങ്ങനെ കുറെ ഒരു സീരീസ് ഓഫ് ഡേറ്റ ഞാൻ ജസ്റ്റ് റാൻഡം ആയിട്ട് എഴുതുവാണ്. ആൻഡ് എനിക്ക് എന്തൊക്കെ ചെയ്യാം, ഇതിൽ കുറെ മാനിപ്പുലേഷൻസ് ചെയ്യാം. എനിക്ക് ഈ ഡേറ്റയിൽ എന്ത് ചെയ്യാം, ഒരു പെർട്ടിക്കുലർ വാല്യൂ, ഇപ്പൊ കെ എന്ന് പറയുന്ന ഒരു വാല്യൂ, ഐലസ്യം കെ ഈസ് ഈക്വൽ ടു 1, ഈ കെ എന്ന വാല്യൂ എനിക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ഐറ്റത്തിലേക്കും ആഡ് ചെയ്ത് കൊടുക്കാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം, ഡിവൈഡ് ചെയ്യാം. ഇപ്പൊ 1 തന്നെ വേണമെന്നില്ല, 1/2 അല്ലെങ്കിൽ 40, എനി റാൻഡം നമ്പർ അതെനിക്ക് ആഡ് ചെയ്യാം, സബ്ട്രാക്ട് ചെയ്യാം, മൾട്ടിപ്ലൈ ചെയ്യാം ആൻഡ് ഡിവൈഡ് ചെയ്യാം. ഓക്കെ ഓക്കെ, നമുക്കിങ്ങനെ 4 ഓപ്പറേഷൻസ് ആണ് പോസിബിൾ ആയിട്ട് വരുന്നത് ബേസിക്കലി. അപ്പോ ഇതില് നമ്മൾ ഈ അഡിഷനെയും സബ്ട്രാക്ഷനെയും, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ, അഡിഷൻ ആൻഡ് സബ്ട്രാക്ഷൻ നമ്മൾ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്നാണ്. ചേഞ്ച് ഓഫ് ഒറിജിൻ. ഇനി നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്നാണ്. ഓക്കെ, ചേഞ്ച് ഓഫ് സ്കെയിൽ. അപ്പോ ഈ ഒരു അഡിഷൻ സബ്ട്രാക്ഷന് ചേഞ്ച് ഓഫ് ഒറിജിൻ എന്നും മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷന് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്നും നമ്മൾ വിളിക്കും. ഇനി നമുക്ക് ഈ ഒരു സിലബസിൽ മെയിൻ ആയിട്ടും മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് മാത്രമേ നമ്മുടെ സിലബസിൽ കൊടുത്തിട്ടുള്ളൂ. ബട്ട് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷനും കൂടെ നോക്കും. ബിക്കോസ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ ഒരെണ്ണമാണ് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ചേഞ്ച് ഓഫ് ഒറിജിൻ അല്ലെങ്കിൽ ചേഞ്ച് ഓഫ് സ്കെയിൽ വരുമ്പോൾ ഓരോ മെഷറിനും, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി ആകട്ടെ, മെഷർ ഓഫ് ഡിസ്പേർഷൻ ആകട്ടെ, എല്ലാത്തിലും പല ചേഞ്ചസ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമുക്ക് ഫസ്റ്റ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി നോക്കാം. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി എന്ന് പറയുമ്പോഴത്തേക്കും മീൻ, മീഡിയൻ, മോഡാണ് വരുന്നത്. മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി. അപ്പൊ ഇതിൽ വരുന്നത് മീൻ, മീഡിയൻ, മോഡ്. മീൻ, മീഡിയൻ ആൻഡ് മോഡ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ എന്തെങ്കിലും ആഡ് ചെയ്യുന്നു അല്ലെങ്കിൽ സബ്ട്രാക്ട് ചെയ്യുന്നു, നമ്മൾ ഏത് വാല്യൂ കൊണ്ടാണോ അഡീഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ക്യാരി ഔട്ട് ചെയ്തത്, സെയിം വാല്യൂവിൽ നമ്മൾ ഇൻക്രീസും ഡിക്രീസും ഒബ്സർവ് ചെയ്യും. അതായത് ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ നേരത്തെ കാണിച്ച ഒരു ഡേറ്റയിൽ ഞാൻ 2 എന്ന വാല്യൂ എല്ലാത്തിലും ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ മീൻ, പുതിയ മീൻ എങ്ങനെ, എല്ലാ ഡേറ്റ സെറ്റ് ചേഞ്ച് ആയില്ലേ, നമ്മൾ എല്ലാത്തിലും 2 ആഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ അങ്ങനെ ചേഞ്ച് ആയ ഡേറ്റ സെറ്റിൽ പുതിയ മീൻ അല്ലെങ്കിൽ പുതിയ മീഡിയൻ അല്ലെങ്കിൽ പുതിയ മോഡ് എത്ര ആയിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, സെയിം വാല്യൂ കൊണ്ട് ആഡ് ചെയ്യുക, അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ആണ് ചെയ്തതെങ്കിൽ സെയിം വാല്യൂ കൊണ്ട് സബ്ട്രാക്ട് ചെയ്യുക. ഓക്കെ, അപ്പൊ അതാണ് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയുടെ കേസിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ വരുമ്പോൾ. ഇനി മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ വരുമ്പോഴത്തേക്കും ചേഞ്ച് ഓഫ് സ്കെയിൽ ആണ് വരുന്നത്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും സെയിം ഇത് തന്നെയാണ്. നമ്മൾ ഏത് വാല്യൂ കൊണ്ടാണോ മൾട്ടിപ്ലൈ ചെയ്ത് ആ ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ആവും, അല്ലെങ്കിൽ ഏത് വാല്യൂ കൊണ്ടാണോ ഡിവൈഡ് ചെയ്ത് ആ ഫാക്ടർ കൊണ്ട് ഡിവൈഡ് ആവും. ഓക്കെ, സോ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ നമ്മൾ എത്രയാണോ ചേഞ്ച് ചെയ്യുന്നത് അതുപോലെ അങ്ങ് ചേഞ്ച് വരുത്തുക നമ്മുടെ ഫൈനൽ മീൻ, മീഡിയൻ, മോഡിൽ. ഇനി കമ്മിങ് ടു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ. മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. ഡിസ്പേർഷന്റെ മെഷേഴ്സ് എന്ന് പറയുമ്പോൾ ഒന്നും തന്നെ ചേഞ്ച് ഓഫ് സ്കെയിലിൽ ചേഞ്ച് ഓഫ് ഒറിജിൻ അഫക്റ്റഡ് ആവില്ല. സോ ഇറ്റ് ഈസ് ഇമ്പോർട്ടന്റ്, നോട്ട് അഫക്റ്റഡ് ബൈ ചേഞ്ചിങ് ഒറിജിൻ. ഓക്കെ, അപ്പോ നമുക്കറിയാം ഡിസ്പേർഷൻ എന്ന് പറയുമ്പോഴത്തേക്കും റേഞ്ച് ഉണ്ട്, പിന്നെ വരുന്ന മീൻ ഡീവിയേഷൻ ഉണ്ട്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഉണ്ട്, കോർട്ടൈൽസ് ഉണ്ട്, കോർട്ടൈൽ റേഞ്ച്, കോർട്ടൈൽ റേഞ്ച് ഒക്കെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ ആണ്. ഈ ഡിസ്പേർഷന്റെ ഒന്നും തന്നെ ചേഞ്ച് ഇൻ ഒറിജിൻ, അതായത് നമ്മൾ അഡിഷൻ അല്ലെങ്കിൽ സബ്ട്രാക്ഷൻ ഡേറ്റ സെറ്റിൽ ചെയ്തു എന്നും പറഞ്ഞാൽ നമ്മുടെ ഫൈനൽ മെഷറിനെ, അതായത് ഇപ്പൊ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ റേഞ്ച് ആയിക്കോട്ടെ, ഇതിനെയൊന്നും എഫക്ട് ചെയ്യത്തില്ല. ഓക്കെ, അതാണ് മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷന്റെ കേസിൽ. പക്ഷെ ചേഞ്ച് ഓഫ് സ്കെയിൽ അഫക്ട് ചെയ്യും, ചേഞ്ച് ഓഫ് സ്കെയിൽ അഫക്ട് ചെയ്യും, അത് നോക്കണം. ഓക്കെ, ഇപ്പൊ റേഞ്ചിന്റെ കേസ് ആണെങ്കിൽ, അതായത് ഇത് ചേഞ്ച് ഓഫ് സ്കെയിൽ എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണെന്ന് നിങ്ങൾ ഓർക്കുക. അപ്പൊ നമ്മളൊരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവോ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ റേഞ്ച് എന്ത് ചെയ്യും, ആ സെയിം വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ആകും അല്ലെങ്കിൽ ഡിവൈഡ് ആകും. പക്ഷെ അവിടെ ശ്രദ്ധിക്കേണ്ട, നമ്മൾ സെയിം വാല്യൂ എന്ന് പറയുമ്പോൾ അബ്സല്യൂട്ട് വാല്യൂ ആണ് അവിടെ എടുക്കുന്നത്. അതായത് ഇപ്പൊ ഞാൻ -3 കൊണ്ട് മൾട്ടിപ്ലൈ ആണ് ചെയ്തതെങ്കിലും ഞാൻ റേഞ്ച് വരുമ്പോഴത്തേക്കും എന്ത് ചെയ്യും, 3 കൊണ്ട് മൾട്ടിപ്ലൈ, അല്ലെങ്കിൽ -3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്തതെങ്കിൽ റേഞ്ച് വരുമ്പോൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും. സിമിലർലി സ്റ്റാൻഡേർഡ് ഡീവിയേഷനും ഇന്റർ ക്വാർട്ടൈൽ റേഞ്ചിനും ഒക്കെ നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്, ഈ മോഡുലസ് ഓഫ് കെ അല്ലെങ്കിൽ ആബ്സല്യൂട്ട് വാല്യൂ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത് ചേഞ്ച് ഓഫ് സ്കെയിൽ വരുമ്പോൾ. ബട്ട് അറ്റ് ദ സെയിം ടൈം വേരിയൻസ് വരുവാണ്. വേരിയൻസിൽ വരുന്ന ചേഞ്ച് ആണ് നോക്കുന്നതെങ്കിൽ കെ സ്ക്വയർ കൊണ്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, മൾട്ടിപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ ഡിവൈഡ് ചെയ്യുന്നത്. ഓക്കെ, കെ സ്ക്വയർ നമ്മളിവിടെ മോഡ് കൊടുക്കാത്തത് കാരണം ഏത് നമ്പർ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും സ്ക്വയർ എടുക്കുമ്പോൾ അത് പോസിറ്റീവ് ആയിക്കോളും. സോ നമുക്ക് അവിടെ ആബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞ് പ്രത്യേകം എടുത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. വേരിയൻസിന് കെ സ്ക്വയർ എന്ന് വന്നത്.
ഓക്കെ, സോ നിങ്ങൾക്ക് ഇപ്പം ഈ ഒരു ചേഞ്ച് ഓഫ് ഒറിജിൻ ആൻഡ് ചേഞ്ച് ഓഫ് സ്കെയിൽ വെച്ചിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ഇനി നിങ്ങൾക്ക് അറിഞ്ഞുള്ള കാര്യങ്ങളുണ്ട് ഈ ക്വസ്റ്റ്യനിലോട്ട് റീഡ് ചെയ്താൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഇഫ് ഈച്ച് ഐറ്റം ഇൻ ഡേറ്റാ സെറ്റ് ഇസ് ഇൻക്രീസ്ഡ് ബൈ കോൺസ്റ്റന്റ് വാല്യൂ, ഒരു ഡേറ്റാ സെറ്റ് ഉണ്ട്, ഓരോ ഐറ്റത്തിനെ നമ്മൾ ഒരു പെർട്ടിക്കുലർ വാല്യൂ കൊണ്ട് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്ത് ചേഞ്ച് അണ്ടർഗോ ചെയ്യും? ചേഞ്ച് അണ്ടർഗോ ചെയ്യില്ല. കാരണം നമ്മൾ പറഞ്ഞു മെഷേഴ്സ് ഓഫ് ഡിസ്പേർഷൻ എന്ന് പറയുന്നത് ചേഞ്ച് ഇൻ ഒറിജിൻ, അതായത് അഡീഷനോ സബ്ട്രാക്ഷനോ വന്നു കഴിഞ്ഞാൽ ചേഞ്ച് വരത്തില്ല, ഇറ്റ് റിമീൻസ് അൺചേഞ്ച്ഡ്. ഓക്കെ, സോ ഇത് അറിഞ്ഞൂടാത്ത കുട്ടികൾ നോട്ട് ചെയ്യുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഡസ് എ സ്മോളർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ്? ഏതാണ് ആൻസർ? ഇതൊന്നും അറിയത്തില്ലെങ്കിലും ജസ്റ്റ് ഒരു ലോജിക് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് പറയാം. വാട്ട് ഡസ് എ സ്മോളർ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ ഇൻഡിക്കേറ്റ്? ഗ്രേറ്റർ കൺസിസ്റ്റൻസി. അതെ, ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ. ഓപ്ഷൻസ് എന്തൊക്കെയുള്ളത്? ഗ്രേറ്റർ കൺസിസ്റ്റൻസി, ലോവർ കൺസിസ്റ്റൻസി, ഗ്രേറ്റർ ഡിസ്പെർഷൻ, ഹയർ മീൻ വാല്യൂ. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിന്റെ ഇക്വേഷൻ ആർക്കെങ്കിലും അറിയോ? കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ ഇക്വേഷൻ എനിവൺ? യെസ്, നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷന്റെ നമ്മൾ സി വി എന്നാണ് എഴുതുന്നത്, ഈക്വൽ ടു സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ബൈ അരിത്തമെറ്റിക് മീൻ ഇൻടു 100. ഇതാണ് ജനറലി ഇൻടു 100 ചെയ്യുന്നത്. ജനറലി നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ പെർസെന്റേജസിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ വി മൾട്ടിപ്ലൈഡ് ബൈ 100. ജനറലി കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് മെഷർ ആണ്. ഓക്കെ, നമ്മൾ ആ ഒരു നോട്ട്സ് നിങ്ങൾ ക്ലാസ്സസ് നിങ്ങൾ കേട്ട് കഴിഞ്ഞാൽ അതിൽ പറഞ്ഞിട്ടുണ്ട് ആബ്സല്യൂട്ട് മെഷേഴ്സും റിലേറ്റീവ് മെഷേഴ്സിന്റെയും കാര്യം. നമ്മൾ എപ്പോഴും എന്തെങ്കിലും രണ്ട് ഡേറ്റാ സെറ്റിനെ കമ്പയർ ചെയ്യാനോ കമ്പാരിസണിന് വേണ്ടിയിട്ടാണ് എപ്പോഴും റിലേറ്റീവ് മെഷേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനും ഒരു റിലേറ്റീവ് മെഷർ ആണ്. ഓൾസോ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നമ്മൾ കൺസിസ്റ്റൻസി മെഷർ ചെയ്യാൻ, മെഷറിംഗ് കൺസിസ്റ്റൻസി. ഈ ടേം ഇവിടെ ഇമ്പോർട്ടന്റ് ആണ്. ജസ്റ്റ് നമ്മൾ ആ ഒരു നോട്ടിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷനെ പറ്റി പറയുന്ന ആകെ ഒരു സെന്റൻസ് അതേ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഈസ് കൺസിസ്റ്റൻസി മെഷർ ചെയ്യാനാണ് നമ്മൾ കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നോക്കുന്നത്. ഡേറ്റ എത്രത്തോളം കൺസിസ്റ്റന്റ് ആണ്, എത്രത്തോളം ഒരുപോലെ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ വാല്യൂ കുറവാണ്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ കുറവാണെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത്? ആ ഡേറ്റാ സെറ്റിൽ വേരിയേഷൻ കുറവാണ്. വേരിയേഷൻ കുറവാണെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും അല്ലെ? വേരിയേഷൻ എന്ന് പറയുമ്പോൾ വ്യത്യാസം, കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോഴത്തേക്കും ഒരുപോലത്തെ അതിന്റെ നേച്ചറിൽ സിമിലാരിറ്റി ആണ്. അതിന്റെ ഒരു ലൈക്ക് ദർ ഇസ് ഒരു പാറ്റേൺ പോലെ അത് ഫോളോ ചെയ്ത് പോകുന്നുണ്ടാവും, വലിയ ചേഞ്ചസ് ഉണ്ടാവത്തില്ല. വേരിയേഷൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ചേഞ്ചസ് ഉണ്ടാവും അല്ലെ? അപ്പോ വേരിയേഷൻ കുറവാണെങ്കിൽ കൺസിസ്റ്റൻസി കൂടുതലായിരിക്കും. സോ അങ്ങനെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഈ ഒരു ടേം ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മുടെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്ന ഒരു വാക്ക്, കോഎഫിഷ്യന്റ് ഓഫ് വേരിയേഷൻ നിങ്ങൾ എവിടെ കേട്ടാലും ഫസ്റ്റ് ഇക്വേഷൻ മൈൻഡിൽ പോകണം. രണ്ടാമത്തെ ഓർമ്മ പോകേണ്ട വാക്ക് എന്ന് പറയുന്നത് കൺസിസ്റ്റൻസി ആണ്. ഓക്കെ, നെക്സ്റ്റ് വൺ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ റേഞ്ചസ് ബിറ്റ്വീൻ. കോറിലേഷൻ കോഎഫിഷ്യന്റ് തൊട്ട് ഏതൊരാണ് റേഞ്ച് ചെയ്യുന്നത്? ഓപ്ഷൻ ബി അല്ലേ? യെസ്, -1 and 1. -1 ആർ ഇസ് ഇക്വൽ ടു 0 വന്നാൽ, കോറിലേഷൻ കോഎഫിഷ്യന്റ് ആർ 0 വന്നാൽ എന്താ പറയാ? -1 +1 ഉണ്ട്. ആർ ഇക്വൽ ടു 0 വന്നാൽ എന്ത് പറയും നമ്മൾ അതിനെ? അതെ, നോ റിലേഷൻ. ആ ഡേറ്റ തമ്മിൽ എന്തില്ല? നോ റിലേഷൻ. -1 +1 പെർഫെക്റ്റ് കോറിലേഷൻ ആണ്. -1 ആണെങ്കിൽ പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻ, മറ്റത് പെർഫെക്റ്റ് പോസിറ്റീവ് കോറിലേഷൻ. The next question, if mean equal to 50, median equal to 60 for a data set, what is the mode of a moderately symmetrical distribution? അപ്പോൾ moderately symmetrical distribution mean median മോഡിന്റെ റിലേഷൻഷിപ്പ് നമ്മൾ നേരത്തെ പഠിച്ചതേ ഉള്ളൂ. അപ്പൊ അത് ജസ്റ്റ് അപ്ലൈ ചെയ്താൽ മാത്രം മതി. ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? മീൻ ഈക്വൽ ടു 50, ആൻസർ കിട്ടുന്നവർ പറഞ്ഞോളൂ കേട്ടോ. മീൻ ഈക്വൽ ടു 50, മീഡിയൻ ഇസ് ഈക്വൽ ടു 60. ഈ ഒരു മോഡറേറ്റ്ലി സിമെട്രിക്കൽ ഡിസ്ട്രിബ്യൂഷന് നമുക്ക് എഴുതുന്ന ഇക്വേഷൻ ഇസ് മോഡ് ഇസ് ഈക്വൽ ടു 3 times of median minus 2 times of mean. That is 3 into 60 minus 2 into 50. 3 into 60, 180 minus 2 into 50, 100. Answer is 80. നിങ്ങൾക്ക് 80 ആണോ കിട്ടിയത്? ഈ ഓപ്ഷനിൽ ഏതെങ്കിലും കിട്ടിയോ? ആർക്കും ഉത്തരം കിട്ടിയില്ലേ? ആർക്കെങ്കിലും തന്നിരിക്കുന്ന ഓപ്ഷൻസിൽ നിന്ന് ഏതെങ്കിലും ആൻസർ കിട്ടിയായിരുന്നോ? ഓക്കെ, ആരും റെസ്പോണ്ട് ചെയ്യാത്തതുകൊണ്ട് ഐ തിങ്ക് നിങ്ങൾക്ക് കിട്ടിയത് എന്റെ ആൻസർ തന്നെ ആയിരിക്കും. സോ ഓപ്ഷൻസിൽ ജസ്റ്റ് ഒരു മിസ്റ്റേക്ക് വന്നതാണ് കേട്ടോ. 80 എന്നൊരു ഓപ്ഷൻ ഇല്ല. സോ ആൻസർ ഇസ് 80. ഓക്കെ, വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് 80 ആക്കാം. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ അരിത്തമെറ്റിക് മീൻ. ഇനി കുറച്ച് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. ആക്ച്വലി ആ ADയുടെ ക്വസ്റ്റ്യൻസ് ഞാൻ എടുക്കാൻ വിട്ടുപോയതാണ്. നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. അതിലും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു സിമ്പിൾ ലെവലിലെ ക്വസ്റ്റ്യൻസ് കൂടെ കീപ്പ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഓൾസോ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി ആൻഡ് മെഷേഴ്സ് ഓഫ് ഡിസ്പെർഷനിൽ നമുക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന്റെ രീതിയിൽ നോക്കുമ്പോൾ കുറച്ച് ഡിഫറെന്റ് പാറ്റേൺസ് അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഉണ്ട്. അതിന്റെ പക്ഷെ എല്ലാ ടൈപ്പും നമ്മൾ ഒരു റെക്കോർഡഡ് ക്ലാസ്സിൽ ഐ തിങ്ക് ഒരു സെക്കൻഡ് ഓർ തേർഡ് ക്ലാസ്സിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് മാത്രം ഡിസ്കസ് ചെയ്യുന്ന ഐ തിങ്ക് ഒരു സെഷൻ ഉണ്ട്. അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതിന്റെ ഒരു റെപ്പിറ്റേഷൻ ആയിട്ട് വെറുതെ ചെയ്തിട്ട് കാര്യമില്ല. സോ അതിൽ നമ്മുടെ ഈ ഒരു മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയും ഡിസ്പെർഷനും ചോദിക്കാൻ ചാൻസ് ഉള്ള ഓരോ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതെല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ അത് നിങ്ങൾ വിട്ടുപോകാതെ തന്നെ നോക്കുക കേട്ടോ. അതിൽ കുറച്ച് ഡിഫറെന്റ് ക്വസ്റ്റ്യൻസും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ആ ഒരു നിങ്ങൾ സെഷൻസ് കാണുമ്പോൾ ആ ഒരെണ്ണം വിട്ടുപോകാതെ തന്നെ കാണണം കേട്ടോ. അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വേറെ പ്രിപ്പറേഷനൊന്നും ആവശ്യമില്ല ആ ഒരു സെക്ഷനിന്. ബിക്കോസ് അത് മാക്സിമം ഡിഫിക്കൽട്ടി ലെവൽ വരെയുള്ള എല്ലാ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസും കവർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, സിമ്പിൾ ടു ഹാർഡ് എന്നൊരു സെക്ഷൻ ഇതിന് വരത്തില്ല. സോ ആ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾ അത് വിട്ടുപോകാതെ നോക്കുക കേട്ടോ. കമ്മിങ് ബാക്ക് ടു ദിസ് അരിത്തമെറ്റിക് മീൻ. അരിത്തമെറ്റിക് മീൻ ഓഫ് ദ നമ്പേഴ്സ് 10, 15, 20, 25, 30. അപ്പൊ അരിത്തമെറ്റിക് മീനിന്റെ ഇക്വേഷൻ എന്താണ്? മീൻ എന്ന് പറയുമ്പോഴത്തേക്കും സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ഫ്രീക്വൻസി അല്ലെ, സം ഓഫ് ഒബ്സർവേഷൻസ് ബൈ ഫ്രീക്വൻസി അല്ലെങ്കിൽ നമ്പർ ഓഫ് ഒബ്സർവേഷൻസ് എന്നും പറയാം. അപ്പൊ സം ഓഫ് ഒബ്സർവേഷൻസ് അരിത്തമെറ്റിക് മീൻ എങ്ങനെയാണ്? 10 + 15 + 20 + 25 + 30. കേട്ടില്ല? എത്ര കിട്ടിയ? 20. അതെ, 20 ആണ് ആൻസർ. യെസ്, ഡിവൈഡഡ് ബൈ 5. So we will get 10, 15, 20, 30, 100 by 5 equal to 20. Option B ആണ് right answer. Next question. Again for a data set നമ്മൾ നേരത്തെ ചെയ്ത പോലത്തെ ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ. മീൻ is equal to 50, median is equal to 45. മോഡ് കണ്ടുപിടിക്കാനാണ് moderately symmetrical distribution. അപ്പൊ മോഡ് is equal to 3 times of median, like 3 into 45 minus 2 into median, 2 into 50. 35. Yes, answer is 35. 45 into 3 is 135 minus 100 അല്ലേ, 35. ഇൻഡസ്ട്രീസ് എക്സ്റ്റൻഷൻ ഓഫീസർ പരീക്ഷ ഇതുവരെ പ്രിപ്പറേഷൻ തുടങ്ങാത്തവർക്കും പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടും ആദ്യ റാങ്കിൽ എത്തുമോ എന്ന ആശങ്ക ഉള്ളവർക്കുമായി ടെക് PSC ഏറ്റവും പുതിയ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലെ ടോപ്പ് റാങ്കേഴ്സിനെ സൃഷ്ടിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും മികച്ച മെന്ററിന്റെയും അധ്യാപകരുടെയും നേതൃത്വത്തിൽ തീവ്ര പരിശീലന ഓൺലൈൻ ക്ലാസുകൾ ടെക് PSCയുടെ മാത്രം പ്രത്യേകതയാണ്. അത്തരത്തിലുള്ള ലൈവ് ആൻഡ് റെക്കോർഡഡ് ക്ലാസുകൾ, സ്മാർട്ട് ആൻഡ് എഫക്റ്റീവ് ക്യാപ്സ്യൂൾ നോട്ട്സ് ആൻഡ് സ്റ്റഡി മെറ്റീരിയൽസ് ഇൻ PDF ഫോർമാറ്റ്, 5000-ലധികം ടോപ്പിക് വൈസ് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വിത്ത് ഡീറ്റെയിൽഡ് എക്സ്പ്ലനേഷൻ, 20ഓളം PSC മോഡലിലുള്ള ഫീഡ്ബാക്കോട് കൂടിയ മോക്ക് ടെസ്റ്റുകൾ, ഡൗട്ട് ക്ലിയറൻസ് ആൻഡ് മെന്റർഷിപ്പ്, സയന്റിഫിക് പ്രോഗ്രസ് ട്രാക്കിംഗ്, ഇന്റർവ്യൂ ഗൈഡൻസ് എന്നിവ അടങ്ങിയ ഈ ഒരു കോംബോ പാക്കേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്കും സ്വന്തമാക്കാം. അതും ടെക് PSCയുടെ 1.5 lakhs സബ്സ്ക്രൈബേഴ്സ് ഓഫറായ വെറും 2999 എന്ന നിസ്സാരമായ പ്രൈസിലും. ഇന്ന് തന്നെ ടെക് PSC ആപ്പ് ഡൗൺലോഡ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പ്രിപ്പറേഷൻ ആരംഭിച്ചോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ ബന്ധപ്പെടാവുന്നതാണ്.